റെന്റൽ കാറും ട്രിപ്പും ഫുഡും അടങ്ങുന്ന ആർഭാട ജീവിതം. മോഷണത്തിന് ശേഷം 6 അംഗ സംഘം പണം ചിലവഴിച്ചത് ഇങ്ങനെയായിരുന്നു. പകൽ സമയം റെന്റിനെടുത്ത കാറുകൊണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള നിരീക്ഷണം. രാത്രിയിൽ ചെമ്പ് പാത്രങ്ങൾ, അടക്ക മുതലായ സാധനങ്ങൾ കണ്ടുവച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് മോഷണം. ഇതാണ് 6 അംഗ സംഘത്തിന്റെ രീതി. തൃത്താല, കൊപ്പം മേഖലകളായിരുന്നു പ്രധാനമായും സംഘം മോഷണ പരമ്പരകൾക്കായി തിരഞ്ഞെടുത്തിരുന്നത്. ആദ്യഘട്ടങ്ങളിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാതായപ്പോൾ ഇതൊരു പരമ്പരയായി. 4-5 മാസങ്ങളായി തുടങ്ങിയ കുറ്റകൃത്യം പിടിക്കപ്പെടുന്നതിലേക്ക് എത്തുന്നത് കരിങ്ങനാട് കുണ്ട് കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലെ മോഷണത്തോടെയായിരുന്നു. CCTVകളൊന്നും തന്നെയില്ലാത്ത ഉൾപ്രദേശത്തെ അമ്പലം. കൃത്യമായി ആ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്ന ഒരാളുടെ സഹായമില്ലാതെ മോഷണം നടത്താൻ കഴിയില്ലെന്ന പോലീസിന്റെ നിഗമനം. പഴുതടച്ചുള്ള അന്വേഷണം. ഇതെല്ലാം കൊണ്ടെത്തിച്ചത് അസമയത്ത് പോലീസിനെ ഉൾപ്പെടെ വഴിതെറ്റിക്കുന്ന തരത്തിൽ മെയിൻ റോഡിലൂടെയും ഉൾറോഡുകളിലൂടെയും മോഷണ ദിവസം കറങ്ങി നടന്ന ഒരു സ്വിഫ്റ്റ് കാറിലേക്കാണ്. കാറിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച പോലീസിന് അത് റെന്റൽ കാറാണെന്നുള്ള വിവരം ലഭിച്ചു. ഇതേ തുടർന്നുള്ള അന്വേഷണം പുരോഗമിക്കുമ്പോഴാണ് 6 അംഗ സംഘം ഒരു സ്വിഫ്റ്റ് കാറിൽ സാധനങ്ങൾ വിൽക്കാൻ തൃത്താലയിലെ വ്യാപാര സ്ഥാപനത്തിലെത്തുന്നത്. സംശയം തോന്നിയ കടക്കാരൻ രഹസ്യമായി തൃത്താല പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തിയതോടെ സംഘം ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഇവരെ പിടികൂടിയ പോലീസിന് തെളിവുകളൊന്നും ലഭിച്ചില്ല. അമ്പലത്തിൽ മോഷണത്തിന് ഉപയോഗിച്ച സ്വിഫ്റ്റ് കാറിലായിരുന്നില്ല സംഘം തൃത്താലയിലേക്ക് എത്തിയത്. വിൽക്കാൻ കൊണ്ടുവന്ന സാധനങ്ങളാകട്ടെ ഇവരുടെ സ്വന്തം വീട്ടിലേതും. പക്ഷേ പിടികൂടിയവരിൽ ഒരാളുടെ സ്വദേശം കൊപ്പം കരിങ്ങനാട് കുണ്ട്. അതാണ് തൃത്താല പോലീസിന്റെ സഹകരണത്തോടെ കേസ് കൊപ്പം പോലീസിലേക്ക് എത്താൻ കാരണം. തുടർന്ന് കൊപ്പം പോലീസ് തൃത്താലയിലെത്തി 6 അംഗ സംഘത്തെ മാറി മാറി ചോദ്യം ചെയ്തതിലൂടെയാണ് മോഷണ പരമ്പരകൾ കുറ്റവാളികൾ തന്നെ തുറന്നു പറയുന്നത്. വീടുകൾ കേന്ദ്രീകരിച്ച് നടന്ന മോഷണം കരിപ്പമണ്ണ ശിവക്ഷേത്രത്തിലേക്ക് എത്തുന്നത് കരിങ്ങനാട് സ്വദേശിയായ 20 വയസ്സുകാരൻ വൈഷ്ണവിന്റെ കൃത്യമായ സഹായത്തോടെ. വൈഷ്ണവിന്റെ ബന്ധുവായ പട്ടിത്തറ ആലൂർ സ്വദേശി 21-കാരൻ ആദിത്യനും ആദിത്യന്റെ സുഹൃത്തുക്കളായ തൃത്താല പട്ടിത്തറ സ്വദേശികളായ 20-കാരായ നവദത്ത്, മുഹമ്മദ് ഷിബിലി, 19-കാരൻ ശ്രീഹരി, 22-കാരൻ അശ്വിൻ എന്നിവരാണ് 6 അംഗ സംഘം. ബൈക്ക് വാങ്ങാനും ടൂർ പോകാനും കാശില്ലാതെ വന്നപ്പോൾ 6 അംഗ സംഘം തിരഞ്ഞെടുത്ത വഴിയാണ് മോഷണം. തൃശൂരിലേക്കും എറണാകുളത്തേക്കുമെല്ലാം ജോലിക്ക് പോയതാണെന്ന് വീട്ടുകാരെ തെറ്റിദ്ധരിപ്പിച്ച് 6 അംഗ സംഘം നടത്തിയിരുന്നത് മോഷണ പരമ്പര. കൊപ്പം പോലീസ് SHO നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ SI ആനന്ദകൃഷ്ണൻ, ASIമാരായ രംഗരാജ്, മണി, SCPOമാരായ ശിവദാസൻ, മുരുകൻ സഭാപതി, രതീഷ്, CPO ഷിജു എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പട്ടാമ്പിക്ക് പത്തരമാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.